നമസ്കാരം. നിങ്ങൾ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ദിനവും നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ മനനം ചെയ്യുകയാണെങ്കിൽ, അതും രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം വന്നു ചേരുന്നതാണ്. അപ്പോൾ രാവിലെ ഉറക്കമുണർന്ന് നമ്മൾ കട്ടിലിൽ തന്നെ ഇരിക്കുന്ന വേളയിൽ ഇനി എൻ്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് നേടേണ്ടത്? ഒരു വീടാകാം, അല്ലെങ്കിൽ ഒരു വാഹനമാകാം, അല്ലെങ്കിൽ നല്ല സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദരനായ ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ ലഭിക്കുന്നതാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും റിച്ച് ആകണം എന്ന ചിന്തയാകാം. ഏതാണെങ്കിലും രാവിലെ ഉറക്കമുണർന്ന് ആ ബെഡിൽ നമ്മൾ കുറച്ച് മിനിറ്റുകൾ ഇരിക്കുമല്ലോ, ആ വേളയിൽ നമ്മുടെ ഇനിയുള്ള ലക്ഷ്യം എന്താണ് എന്നത് ചിന്തിക്കാനായി ശ്രമിക്കുക. അത് തന്നെ വിജയത്തിൻ്റെ ആദ്യത്തെ കടമ്പ പൂർത്തിയാക്കലാവും. അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്നു, അതിനെക്കുറിച്ച് നമ്മളൊരാളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പോൾ നമ്മളെ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിക്കുന്ന ആളാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്ത പക്ഷം ദിനവും ആ വ്യക്തി ഈ കാര്യം നീ ചെയ്യരുത് എന്ന് പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിലും ആ ഒരു ചിന്ത വരും. എന്താണ്, എന്നെക്കൊണ്ട് അത് സാധ്യമാവുകയില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എത്തുകയാണ് ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ. അങ്ങനെയുള്ള നമ്മളെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി മാറുന്ന വ്യക്തിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം എന്നതാണ് ആചാര്യൻ ചാണക്യൻ പറയുന്നത്. എന്തെന്നാൽ ആ വ്യക്തി നമുക്ക് ഗുണകരമായി ഒന്നും തന്നെ തരുന്നതുമില്ല, കൂടാതെ നമ്മൾ ഒരു പ്രവൃത്തിയിലേക്ക് എത്തുന്നതിന് തടസ്സമായി മാറുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ പറയുന്നത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ലക്ഷ്യം എന്താണ് എന്നതിനെ മനസ്സിലിട്ട് മനനം ചെയ്യുക. അതായത് വീണ്ടും വീണ്ടും ആലോചിച്ച് ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി വേണം നിങ്ങൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ദിനചര്യയിലേക്ക് മുഴുകാനായിട്ട്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിത വിജയം നിങ്ങൾക്ക് ഉറപ്പായിരിക്കും.